നമസ്കാരം, ഞാൻ അനൂപ് അഗ്നിശർമ്മൻ ആറ്റിങ്ങൽ. നമ്മൾ വ്യാഴമാറ്റത്തെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. മുമ്പ് മേടം, ഇടവം, മിഥുനം രാശിക്കാരുടെ കാര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോൾ കർക്കിടകം രാശിക്കാർക്ക് വ്യാഴമാറ്റം എങ്ങനെ ഫലം ചെയ്യും? അപ്പം പുണർതത്തിക്കാലും പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾ കർക്കിടകം രാശിയിൽ പെടുന്നു. അപ്പൊ ഈ നക്ഷത്രക്കാർക്ക്, കർക്കിടകക്കൂറുകാർക്ക് ലഗ്നഭാവത്തിലേക്കാണ് വ്യാഴത്തിന്റെ സ്ഥിതി. അപ്പൊ ലഗ്നഭാവത്തിലേക്ക് വ്യാഴം വന്നാൽ നല്ല ഫലങ്ങളുമുണ്ട്, അല്പം മോശ ഫലങ്ങളെയും കൊടുക്കണം. അത് ആചാര്യൻ പറഞ്ഞത്, ലഗ്നത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ദീർഘായുർ, ശുദ്ധചിത്തം, ജ്ഞാനവും വിത്തബുദ്ധിയും സൗന്ദര്യവും സൗമ്യദൃഷ്ടിഞ്ച ലഗ്നഭാവേ ഗുരുർഫലം. ദീർഘായുസ്, അപ്പം ആയുർ സൗഖ്യങ്ങളുണ്ടാവും, ആരോഗ്യ സംബന്ധമായിട്ടൊക്കെയുള്ള കുറച്ച് ഗുണങ്ങളുണ്ടാവും. അപ്പൊ ഇവർക്ക് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കുറച്ച് ഹെൽത്ത് സംബന്ധമായിട്ടൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ കടന്നു വന്ന കാലഘട്ടങ്ങളായിരിക്കും കർക്കിടകക്കാർക്ക്. അപ്പൊ അവരുടെ ആ ഹെൽത്തിന് ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാനായിട്ട് ഇവർക്ക് പറ്റും. നല്ല ഡോക്ടർമാരെ കണ്ടെത്തുക, ഉചിതമായ ചികിത്സയിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെ ഉള്ളതായ ചില അനുഭവങ്ങൾ ഇപ്പോൾ അവർക്ക് വരും. ശുദ്ധചിത്തം, അപ്പം ആ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ആ മനസ്സിലുണ്ടായിരുന്ന വൈരാഗ്യ ബുദ്ധികളൊക്കെ ഒന്ന് മാറി എല്ലാ ആൾക്കാരോടും ഒന്ന് സൗമ്യമായിട്ട് ഇടപെടാനും സ്നേഹമായിട്ട് ഇടപെടാനും ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വിദ്വേഷങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെക്കാനും ഒക്കെ ഇപ്പോൾ ഇവർക്ക് സാധിക്കും. ആ പിണക്കൊക്കെ ഇങ്ങോട്ട് ഒന്ന് മാറി ഒന്ന് അനുകൂലമാകാനായിട്ട് പറ്റും. ജ്ഞാനം, അറിവുകൾ നേടാനും പുതിയ പുതിയ അറിവുകളിലേക്ക് പോകാനും ഇവർക്ക് പറ്റും. വിത്തബുദ്ധിയും, വിത്തം എന്ന് പറഞ്ഞാൽ ധനം. അപ്പൊ ധനം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് മാർഗമാണ് എന്ന് ഇവർ ചിന്തിക്കും. അതിനനുകൂലമാകുന്ന കാര്യങ്ങൾ ഇവർക്ക് വഴിത്തിരിഞ്ഞ് വരും. സൗന്ദര്യം, കുറച്ച് പ്രകാശം ഉണ്ടാവും, നല്ല സൗന്ദര്യമൊക്കെ ഇപ്പൊ ഇവർക്ക് ഉണ്ടാവും. അവരുടെ മുഖത്തൊക്കെ നല്ലൊരു പ്രത്യേകത ഇപ്പോൾ ഉണ്ടാവും, ഒരു തെളിച്ചം ഉണ്ടാവും. സൗമ്യദൃഷ്ടിഞ്ച, സൗമ്യദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല നോട്ടം. ഇപ്പൊ ഇവരുടെ കണ്ണിനൊക്കെ നല്ല പ്രത്യേകത വരും. ഒരു സ്നേഹമായിട്ടൊക്കെ എല്ലാ ആൾക്കാരോട് ഇടപെടാനും ചിരിച്ച് സംസാരിക്കാനും നന്നായിട്ട് നോക്കാനും ഒക്കെ ഇപ്പൊ ഇവർക്ക് സാധിക്കും. ലഗ്നഭാവേ ഗുരു, ഇതൊക്കെ ആ ലഗ്നത്തിലേക്ക് വ്യാഴം വരുമ്പോൾ അതിന്റെ ഒരു പ്രഭ ആ രാശിക്കാർക്ക് ഉണ്ടാവും. പിന്നെ ലഗ്നത്തിൽ ഗോചരപ്രകാരം വ്യാഴം വന്നാൽ അല്പം മനസ്വസ്ഥത ഉണ്ടാവും, മനസ്വസ്ഥത കുറവ് ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പം മനസ്സിനൊക്കെ ചെറിയ ചെറിയ ഒരു പിരിമുറുക്കങ്ങൾ, പ്രശ്നങ്ങൾ, ചില കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് അത് അങ്ങനെ ആവുന്നില്ലല്ലോ, ഇങ്ങനെ ആവുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തയൊക്കെ ഇപ്പൊ ഇവർക്ക് ഉണ്ടാകും. അതിനകത്തൊന്നും കാര്യമില്ല. ഈശ്വരനെ നന്നായിട്ട് മുറുകെ പിടിച്ചാൽ മതി. കാരണം ലഗ്നത്തിലേക്ക് വ്യാഴം വരുന്നുണ്ട്. ഈശ്വരനെ നന്നായിട്ട് മുറുകെ പിടിച്ചാൽ മതി, നേരെ മണ്ണം അങ്ങ് പോയോണ്ടാൽ മതി, കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും. അതതിൻ്റെ ഫലമാണ്. പിന്നെ ലഗ്നത്തിലേക്ക് വ്യാഴം വരുമ്പോൾ 1, 2, 3, 4, 5-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് നോട്ടം വരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ്? 5-ാം ഭാവം എന്നാണ് പൂർവ്വ പുണ്യം. അപ്പൊ ഇവർക്കൊക്കെ ഇപ്പൊ എന്ത് പറ്റും? പുണ്യ സങ്കേതങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് പറ്റും. പാപദോഷ പരിഹാരങ്ങളെയൊക്കെ നിവർത്തി ചെയ്യാനായിട്ട് സാഹചര്യങ്ങൾ വരും. ഒരുപാട് തീർത്ഥാടനം പോലെയുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ടാവും. നല്ല ഈശ്വര ഭജന, ഇപ്പോഴൊക്കെ പൂജയോ മന്ത്രമോ പ്രാർത്ഥനയോ ഒക്കെ ഇവർ ചെയ്താൽ നന്നായിട്ട് ഫലിക്കും. അങ്ങനെയൊക്കെ ഉള്ളതായ കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാനായിട്ട് കഴിയും. മുജ്ജന്മത്തിൽ ഇവർ ആർജിച്ചു വെച്ചിരുന്നതായ ആ പുണ്യഫലങ്ങളൊക്കെ ഇപ്പം ഇവർക്ക് ഇവിടെ പ്രയോജനപ്പെടും. ആ പുണ്യഫലങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വർക്ക് ആവാനായിട്ട് ഇവിടെ സ്റ്റാർട്ട്. അതിന്റെ നല്ല ഫലങ്ങൾ ഇപ്പൊ ഇവർക്കുണ്ടാവും. 7-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ നോട്ടം. അപ്പൊ എന്ത് പറ്റും? ചില പ്രണയങ്ങള്, ഇഷ്ടങ്ങള്, മുടങ്ങി കിടന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവർക്ക് തിരിഞ്ഞു വരും. ഇവരെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആരും നോക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ നോക്കാതെ പോയവരൊക്കെ ഇപ്പൊ ഇവരെ വിളിക്കാനും കോൾ ചെയ്യാനും ഇടപെടാനും ഒക്കെ ഇപ്പൊ ഇവർക്ക് സാധ്യത. കാരണം 7-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം. 7-ാം ഇടം പ്രണയസ്ഥാനാണ്. അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകാനായിട്ട് കർമ്മ വരും. കല്യാണ മേഖലയിലൊക്കെ വിവാഹ ആലോചനകളെ പറ്റിയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്തൊക്കെ ഒരു നിവൃത്തി വരാനായിട്ടും സാഹചര്യങ്ങൾക്കൊക്കെ ഗുണം വരും. പിന്നെ അവർക്ക് 9-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷം വരുന്നുണ്ട്. അപ്പം 7, 8, 9, 9-ാം ഇടം എന്താണ്? നമ്മളുടെ ഉപാസന,
അപ്പൊ ഇവര് കൂടുതലും ചില ജപ തപങ്ങളിലേക്കൊക്കെ പോകാനും പ്രാർത്ഥന കുടുംബക്ഷേത്രങ്ങളൊക്കെ കണ്ടെത്താനും ഒക്കെ ഇപ്പൊ ഇവർക്ക് ഇവിടെ സാധിക്കും. അച്ഛന് പിതാവ് ഉണ്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും കുറച്ച് സന്തോഷപ്രദമാകുന്ന അനുഭവങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവാനായിട്ട് കർമ്മ വരേണ്ടി വരും. അപ്പോൾ പൊതുവെ കർക്കടകൻ രാശിക്കാർക്ക് ഒരു അനുകൂല സമയമാണ് ഇപ്പോൾ ഉള്ളത്. അല്പം മനസമാധാനക്കേട്, ടെൻഷനൊക്കെ ഇപ്പോൾ ഇവർക്ക് കൂടെ ഉണ്ടാകും. കാരണം ലഗ്നത്തിൽ വ്യാഴം എന്നാൽ ടെൻഷൻ വരും. അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പൊതുവെ വ്യാഴമാറ്റം കർക്കടകക്കാർക്ക് നല്ല അനുഭവങ്ങൾ ആയിരിക്കും. അടുത്തത് ചിങ്ങം രാശിയിലേക്ക് വരുമ്പോൾ 12ാം ഭാവത്തിലേക്കായി വ്യാഴത്തിന്റെ സ്ഥിതി. അപ്പൊ 12ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് സ്ഥിതി വരുമ്പോഴേക്കും എന്താ പറയുക? മൂഢനും പാപവും ചെയ്യും, ദുർവ്യയം കുലദ്വേഷിയും, ചിത്തഭ്രമം വ്യർത്ഥചലനം, 12ൽ ഗുരുബലങ്ങളാം. അപ്പൊ എന്താ? മൂഢനും അറിവില്ലായ്മ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ പ്രവർത്തിക്കുക. തൻ്റെ അറിവില്ലായ്മയാണെന്ന് അംഗീകരിക്കാൻ ഇവർക്ക് ബോധം വേണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അഹങ്കാര ബുദ്ധി, ഞാനെന്ന ഭാവം എന്നതൊക്കെ ഒന്ന് മാറ്റിവെക്കണം. അപ്പം മൂഢത്വം ആപത്തെ പെടുത്തും എന്ന് സൂചിപ്പിക്കുന്നു. പാപവും ചെയ്യും. അപ്പൊ പാപകർമ്മങ്ങൾ, അപ്പൊ നമുക്ക് ഇത് ചെയ്യണോ ഇത് ചെയ്യണ്ടാത്തയാണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. അപ്പൊ നമുക്ക് തോന്നുന്നതാണ് നമ്മളങ്ങ് ചെയ്യുക, ശരിയെന്ന് കരുതി ചെയ്യുക. പക്ഷെ അത് ശരിയായിരിക്കണമെന്നില്ല. അപ്പം തെറ്റായ മാർഗങ്ങളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിക്കാനായിട്ടൊക്കെ ഇവർക്ക് സാഹചര്യങ്ങൾ വരും. അതുകൊണ്ട് എന്ത് പറ്റും? ചീത്തപ്പേര് കേൾക്കാനായിട്ടൊക്കെയുള്ള അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കണം. ദുർവ്യയം, ചെലവാക്കുന്നതെല്ലാം പ്രയോജനപ്പെടാണ്ട് പോകും. എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അത് സക്സസ് ആവാനായിട്ട് സാഹചര്യങ്ങൾ വരില്ല. ദുർവ്യയം. കുലദ്വേഷിയും. അപ്പൊ കുലദ്വേഷം എന്ന് പറഞ്ഞാൽ, കുലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വംശം. അപ്പൊ നമ്മുടെ വംശത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരും. വീട്ടിലുള്ളവരുമായിട്ട് അല്ലെ നമ്മുടെ കുടുംബക്കാരുമായിട്ട് ഒക്കെ ചെറിയ ശണ്ട പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ വരാനായിട്ട് സാഹചര്യങ്ങൾ വരാം. ചിത്തഭ്രമം. ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്. ഭ്രമം. അപ്പം മാനസികമായിട്ട് വിഷമങ്ങൾ. എൻ്റെ വിധി ഇതാണല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെയാണല്ലോ, ഒന്നും ചെയ്തിട്ടും ശരിയാവുന്നില്ലല്ലോ, അങ്ങനെ മാനസികമായിട്ട് വ്യഥകൾ ഉണ്ടാവാൻ കർമ്മ വരും. വ്യർത്ഥചലനം. എന്തിന് പോയെന്ന് പറഞ്ഞാലും എല്ലാം വ്യർത്ഥതയായി പോവുക. അങ്ങോട്ട് പോവുക, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഒന്നും ഫലിക്കുന്നില്ല. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇവരുടെ കർമ്മമായിട്ട് ചിന്തിക്കണം. മനസ്സിലായോ? ഇതെല്ലാം 12ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ഇവർക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഘട്ടങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കണം. അപ്പം പൊതുവെ 12ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് അത്ര ശുഭത്തെ കൊടുക്കുന്നില്ല. എന്നാലും വ്യാഴത്തിന്റെ വീക്ഷണം, വ്യാഴത്തിന്റെ വീക്ഷണം അങ്ങനെ വരുമ്പോൾ എങ്ങോട്ട് വരും? 4ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞെന്നുണ്ടെങ്കിലും വ്യാഴം അതിനെ പരിഹരിക്കും. വീട്ടിൽ ഉള്ള എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചില ഉപദേശങ്ങൾ കിട്ടും. ഒരു ഡിസിഷൻ എടുക്കാൻ കാര്യങ്ങൾ ആരെങ്കിലും ഉപദേശിക്കും. എടാ അത് ചെയ്യരുത്, നമുക്കിപ്പോൾ വേണ്ട, നീ ഒന്ന് സമാധാനപ്പെടൂ. ഇങ്ങനെയുള്ള ചില ആശ്വാസപ്പെടുത്താനുള്ള ചില ആൾക്കാരൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഇവർക്ക് പറയാൻ പറ്റും. 4ാം ഭാവത്തിലേക്കല്ലേ, അപ്പം വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ വരും. എന്തെങ്കിലും വീട് മാറാൻ, വാടക വീട് ഇവിടം വിട്ടിട്ട് വേറെ സ്ഥലങ്ങളിലേക്ക് പോവുക, ദോഷമുള്ള വീട്ടിലാണ് ഇത്തരമുള്ള താമസിച്ചുകൊണ്ടിരുന്നത്, വേറൊരു സ്ഥലത്തേക്ക് പോകാം. അങ്ങനെയൊക്കെയുള്ളൊരു നല്ല ഭവനങ്ങളിലേക്ക് മാറാനായിട്ടൊക്കെ ഇപ്പൊ അവർക്ക് സാഹചര്യങ്ങൾ നന്മ ചെയ്യും. അപ്പൊ അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യങ്ങളായിട്ട് വരും. പിന്നെ എങ്ങോട്ട് നോക്കുന്നു? 6ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം. അപ്പൊ 6 എന്ന് പറയുന്ന സ്ഥാനം എന്താണ്? ശത്രുസ്ഥാനം. അപ്പൊ എന്ത് പറ്റുക? ഇതുവരെയും ഉണ്ടായിരുന്ന ചില ശത്രുതാ മനോഭാവം, പിണക്കങ്ങൾ, ഇതൊക്കെ ഒന്ന് മാറാനും മനസ്സിലുണ്ടായിരുന്ന ആ വിദ്വേഷങ്ങളൊക്കെ ഒന്ന് മാറാനായിട്ടൊക്കെ സാഹചര്യങ്ങൾ ഇപ്പോൾ വരും. പിന്നെ 8ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം. അപ്പൊ 8 എന്ന് പറയുന്നത് ആരോഗ്യം. അപ്പൊ എന്താ പറ്റുക? എന്തെങ്കിലും ഹെൽത്ത് സംബന്ധമായിട്ടൊക്കെ ചില തൊന്തരവുകളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്ത് പറ്റും? അതിനകത്തൊക്കെ ഒരു ശമനം കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചില പോസിറ്റീവായിട്ടുള്ള കർമ്മകാര്യങ്ങളും അവർക്ക് ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നിവിടെ സൂചിപ്പിക്കുന്നു. പിന്നെ കന്നിരാശിക്കാര്. അപ്പൊ കന്നിരാശിക്കാരിലേക്ക് ചിന്തിക്കുമ്പോൾ ഉത്രത്തി മുക്കാലും അത്തവും ചിത്തിരാര കന്നി. അപ്പൊ അവർക്ക് 11ാം ഭാവത്തിലാണ് വ്യാഴത്തിന്റെ സ്ഥിതി. അപ്പൊ ഇതൊരു നല്ല സ്ഥാനമാണ് 11 എന്ന് പറയുന്ന സ്ഥാനം. അപ്പൊ 11ാം ഭാവം എന്താണ്? ബുദ്ധിമാൻ പേര് കേൾക്കും, സമ്പത്തും സർവവും വരും, ബന്ധുഗമം മംഗളം ചൊല്ലാം, 12ൽ ഗുരുഫലങ്ങളാം. അപ്പൊ എന്താ? ബുദ്ധിമാൻ പേര് കേൾക്കും. അപ്പം പഠിക്കുന്നവരാണെങ്കിൽ നല്ല ബുദ്ധി, പേര് കേൾക്കും. അപ്പൊ നമ്മുടെ പരീക്ഷ എഴുതുക, അനുമോദനങ്ങൾ കിട്ടുക, ഫസ്റ്റ് റാങ്ക് കിട്ടുക, ഫസ്റ്റ് ക്ലാസ് കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ചില അനുമോദനങ്ങളൊക്കെ ഇപ്പൊ അവർക്കുണ്ടാവാനായിട്ട് സാഹചര്യങ്ങൾ വരും. അപ്പം അതാണ് ബുദ്ധിമാൻ. നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രശംസ കിട്ടുക, ബുദ്ധിമാൻ പേര് കേൾക്കും. അപ്പോൾ അനുമോദനം നമ്മുടെ ആ ബുദ്ധി കൊണ്ട് നമ്മൾ അതിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ റിസൾട്ടിൽ നമുക്ക് ജനങ്ങൾ അംഗീകരിക്കും. അപ്പൊ എന്താ? വാതിക്കെ ഫ്ലെക്സ് വെക്കുക, റോഡിൽ ഫ്ലെക്സ് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള അനുമോദനങ്ങളൊക്കെ ഇവർക്ക് കിട്ടാനായിട്ട് സാഹചര്യങ്ങൾ വരും. ബുദ്ധിമാൻ പേര് കേൾക്കും, സമൂഹം അറിയും, ഇവരെ 10 പേര് അറിയും, സമ്പത്തും സർവവും വരും. അപ്പൊ സമ്പത്ത് എന്ന് പറഞ്ഞാലാണ് ധനം, ധനഗുണങ്ങളൊക്കെ ഇവർക്ക് കിട്ടാനുള്ള കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ പല രീതിയിൽ വരും. ബന്ധുഗമം. അപ്പോൾ ബന്ധുഗമം എന്ന് പറഞ്ഞാൽ കല്യാണം നടക്കുക, പുതിയ ബന്ധുക്കളെ കിട്ടുക, അങ്ങനെയൊക്കെയുള്ള മംഗള കാര്യങ്ങളൊക്കെ നടക്കാനായിട്ടൊക്കെ ഇപ്പൊ അവർക്ക് അനുകൂല സമയമാണ്. ബന്ധു ആഗമം. കുറെ നാള് വരാത്ത ആൾക്കാരൊക്കെ ഇവരിലേക്കൊക്കെ ഇപ്പം എത്തിച്ചേരും, ബന്ധുക്കൾ ആഗമ ആയിത്തീരും. മംഗളം ചൊല്ലാം. മംഗളം എന്ന് പറഞ്ഞാൽ നന്മ, നല്ലത് ഭവിക്കും. അപ്പൊ കുറെ അനുകൂല ഫലങ്ങൾ ഇവർക്ക് വരേണ്ടതായിട്ട് വരും. അപ്പൊ അതൊക്കെ കന്നിരാശിക്കാർ. അപ്പം കുറച്ച് നാളായിട്ട് ഇപ്പൊ എന്താ? കന്നിരാശിക്കാർക്ക് 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലങ്ങളുണ്ട്. ഇങ്ങനെ കയറ്റവും ഇറക്കവും കൂടെയാണ്. 10ലെ വ്യാഴം പൊത്തിലളിക്കും എന്നൊരു നിയമമുണ്ട്. ഇപ്പൊ എന്താ? നമ്മുടെ അറിവുണ്ടെങ്കിലും നമ്മളെ വളർത്താനായിട്ട് പ്രയാസപ്പെടും. തൊഴിലൊക്കെ ഉണ്ടെങ്കിൽ തൊഴിലൊക്കെ ഒന്ന് പ്രശ്നത്തിലേക്ക് കൊടുക്കാൻ കർമ്മ വരും. അങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ ആയിരുന്നു അവർ കഴിഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അതിലൊക്കെ ഇവർക്കൊരു മാറ്റങ്ങൾ ആ വ്യാഴമാറ്റം കൊണ്ട് കൊടുക്കും. പിന്നെ 3ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുന്നുണ്ട്. 3ാം ഭാവം സഹായസ്ഥാനം, ചില സഹായ ഗുണങ്ങളൊക്കെ അവർക്ക് കിട്ടും. പിന്നെ 5ാം ഭാവത്തിലേക്ക് വീക്ഷണം വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എന്ത് പറ്റും? പുണ്യസങ്കേതങ്ങള്, തീർത്ഥാടനങ്ങള്, പൂജാ മന്ത്രതന്ത്രങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാനും പാപകർമ്മ ദോഷങ്ങളെ പരിഹരിക്കാനും ഒക്കെ ഇവർക്ക് സാഹചര്യങ്ങൾ ഇണങ്ങി വരും. സന്താനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശമിക്കാനും ഒക്കെ ഇപ്പോൾ അവർക്ക് അനുഭവം ഉണ്ടാവും. പിന്നെ 7ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണമുണ്ട്. അപ്പൊ ഇവർക്ക് ഒരു ചില കുടുംബ ജീവിതത്തിൽ ചില ക്ലേശാനുഭവങ്ങൾ, ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ കുറച്ച് ശണ്ട വഴക്കുകൾ, ഒരു മനസ്വസ്ഥ കുറവുകൾ, പ്രണയം ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഒരു നീറ്റല് പുകച്ചിലൊക്കെ ആയിരുന്നു അവർക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനകത്തൊക്കെ ഒരു ശമനമൊക്കെ ഇപ്പൊ അവർക്ക് കിട്ടാനായിട്ട് സാഹചര്യങ്ങൾ വരും. ഇതൊക്കെ അവർക്ക് പറയണം. അപ്പൊ കന്നിരാശിക്കാർക്ക് പൊതുവെ അനുകൂല സമയമാണ്. തുലാം രാശിയിലേക്ക് എടുക്കുമ്പോൾ എവിടെയാ? 7, 8, 9, 10ാം ഭാവത്തിലാണ് വ്യാഴത്തിന്റെ സ്ഥിതി. അപ്പൊ 10ാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ ഒന്ന് പറഞ്ഞായിരുന്നു, കഴിഞ്ഞ കാര്യം പറഞ്ഞത് എന്താണ്? 10ലെ വ്യാഴം പൊത്തിലൊളിക്കും. അപ്പൊ തൊഴിൽ മേഖലയിലൊക്കെ ഒന്ന് ഡൗൺ ആയി നിൽക്കാനുള്ള കാര്യം, അറിവുണ്ടായിരിക്കും, പൊത്തിലൊളിക്കുക, അതായത് നമ്മുടെ കർമ്മയിൽ തന്നെ ഒതുങ്ങി പോവുക, അങ്ങനെയുള്ള ചാൻസസ് ഇവർ കൂടുതലാണ്. അത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. ഇത് പോരാ, ഇതെന്റെ കർമ്മയാണ്, ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ഇവർ ശ്രദ്ധിക്കണം. അത് തന്നെ ഫലം. പിന്നെ 10ലെ വ്യാഴത്തിൽ വരുമ്പോഴേക്കും അതിന്റെ ഫലം എന്ന് പറയുന്നത് കർമ്മജയം, നേർവഴിക്കും, കുലശ്രേഷ്ഠൻ കുലാചരണവും, വിദ്വാനും ശ്രേഷ്ഠ മംഗളഞ്ച ദശമേ ഗുരുഫലങ്ങളാം. അല്ലെ? അപ്പൊ കർമ്മജയം. അപ്പൊ തൊഴിലിൽ വിജയിക്കാനുള്ള മാർഗങ്ങളെ പ്രപഞ്ചം ഇവർക്ക് ഇട്ടുകൊടുത്തോണ്ടിരിക്കും. പഠനം, പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതായത് നല്ലതും വരും, ചീത്തതും വരും. നല്ലതിനെ പറ്റി പഠിക്കാനും കർമ്മ വരും, ചീത്തതിനെ പറ്റി പഠിക്കാനും കർമ്മ വരും. അപ്പൊ കുറച്ച് അനുഭവിപ്പിക്കും, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യാഴിക, അനുഭവങ്ങളിലൂടെ നല്ലതും ചീത്തതും ഇവർക്ക് അനുഭവത്തിലേക്ക് വരും. കർമ്മജയം നേർവഴിക്കും. അപ്പൊ നേർവഴിക്ക് പോകാൻ, അതായത് നേരാവണ്ണം പോകാനൊക്കെ ഇവർക്ക് സാഹചര്യങ്ങൾ വരും. മാർഗം തെളിഞ്ഞു കിട്ടും. കുലശ്രേഷ്ഠൻ. അപ്പം കുലത്തിൽ നിന്നൊക്കെ ഉള്ള ഒരു അംഗീകാരങ്ങൾ കിട്ടുക. കുലത്തിന്റെ ശ്രേഷ്ഠനാണ് അവൻ, കുലത്തെ കൊണ്ടുപോകുന്നുണ്ട്, അവൻ ഉത്തരവാദിത്തങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ വരും. കുല ആചരണവും. അപ്പൊ നമുക്ക് കുലദേവതയൊക്കെ ആരാന്ന് അറിയാൻ പറ്റുക,
കുല ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ആചരിക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് വരും. വിദ്വാനും ശ്രേഷ്ഠമംഗളഞ്ച, വിദ്വാൻ നല്ല അറിവുകൾ ഇപ്പോൾ ഇവർക്കുണ്ടാകും, പഠിക്കാനൊക്കെ പറ്റും, പഠനങ്ങളൊക്കെ നല്ലതാണ്. വിദ്വാൻ ശ്രേഷ്ഠമംഗളഞ്ച, ശ്രേഷ്ഠമംഗളം, നല്ല മംഗളകർമ്മങ്ങളൊക്കെ ഇപ്പൊ ഇവരുടെ വംശത്തിൽ നടക്കും. കല്യാണം, കയറിത്താമസം, അങ്ങനെയൊക്കെയുള്ള മംഗളപ്രദമാകുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ കർമ്മയിൽ ഇപ്പോൾ വരും. ഇതൊക്കെ 10ലെ ഗുരു കൊടുക്കുന്ന ഫലങ്ങളാണ്. എന്നാൽ കർമ്മ മേഖലയിൽ കുറവൊരു തൊന്തരവ്, ഡിസ്റ്റർബ് 10ലെ വ്യാഴം കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് നോക്കുന്നുണ്ട്, വ്യാഴത്തിന് 2ലേക്ക് വീക്ഷണമുണ്ട്. 2 ഏതാണ്? ധനം. അപ്പൊ ചില സാമ്പത്തിക കർമ്മ കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരും. നല്ല വാക്കുകള്, ചില വാക്കിലൂടെയൊക്കെ കുറച്ച് ഗുണങ്ങൾ വരും. അതുപോലെ തന്നെ ഈ പഠിപ്പിക്കുന്ന ആൾക്കാർ, വക്കീലന്മാരായിരിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ കുറച്ച് പോസിറ്റീവുള്ള കർമ്മകാര്യങ്ങൾ വരും. വാക്ക് സംബന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വ്യാഴം അവരെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ അതിന്റെ നിയമങ്ങളാണ്. പണഗുണങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാനായിട്ടൊരു വഴി തിരിഞ്ഞു വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറയണം. പിന്നെ എങ്ങോട്ട് നോക്കുന്നു, 1, 2, 3, 4-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുന്നുണ്ട്. അപ്പോൾ 4-ാം ഭാവം എന്താണ്? വീട്. ഇപ്പൊ വീട്ടിലേക്കൊക്കെ ചില ഗ്രഹ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാനും വണ്ടി വാഹനം പോലെയുള്ള ചില ഗുണാനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാനായിട്ടും സാഹചര്യങ്ങൾ വരും. മാതൃരീതിയിലൊക്കെ ചില കലഹങ്ങളൊക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാകും. അതിനകത്തൊക്കെ ഒരു ശമനമൊക്കെ ഇവർക്ക് ഉണ്ടാവാനായിട്ട് കർമ്മ വരും. പിന്നെ 6-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന് വീക്ഷണം വരുന്നുണ്ട്. ഒരു ശത്രുത, പിണക്കം പോലെയൊക്കെ വന്ന ചില ആൾക്കാരിൽ നിന്ന് ആ ശത്രുതയൊക്കെ ഒന്ന് മറക്കാനും ആ സ്നേഹമായിട്ടൊക്കെ ഇടപെടാനും ഒക്കെ ഇവർക്ക് കർമ്മ വരേണ്ടതായിട്ട് വരും. കുറച്ച് ഈ തൊഴിലാളികളായിരിക്കുന്ന ആൾക്കാർ, അതായത് മേൽ രീതിയിൽ ജോലി ചെയ്യുന്നവരല്ല, താഴേക്കിടയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തന്നെയും അവർക്കൊരു അനുകൂല ഫലങ്ങളായിട്ട് വരും. മനസ്സിലായോ?